എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി, ബോണപ്പെറ്റിറ്റ് ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ജെംസ് കൊണ്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. എനിക്ക് പണ്ടോട്ട് ഇഷ്ടപ്പെട്ടൊരു മിഠായിയാണ് ജെംസ് മിഠായി. അപ്പോൾ ജെംസ് ഞാൻ കടയിൽ ചെന്ന് മേടിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ജെംസ് കൊണ്ടൊരു മിൽക്ക് ഷേക്ക് അങ്ങ് ഉണ്ടാക്കി കളയാം. ഈ ഒരു വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ അനിവാര്യമായിട്ടുള്ളൊരു സാധനമാണ് മിൽക്ക് ഷേക്ക് അല്ലെങ്കിൽ തണുത്ത കുറച്ച് പദാർത്ഥങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു റീസൺ ഉള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്, അതും ജെംസിൻ്റെ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റ്ലി പോകുന്നതിന് തന്നെ ഈ വരുന്ന ഏപ്രിലിൽ നമുക്ക് IPL സീസൺ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ വരുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പോക്കറ്റ് മണി കിട്ടാനുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 1x എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ശരിക്കും ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, നമ്മുടെ വിന്നേഴ്സിനെയും അതേപോലെ നമ്മുടെ ജയിക്കുന്ന ടീമിനെയൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെ. 1xൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊമോ കോഡും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊമോ കോഡ് അടിച്ച് നിങ്ങൾ കയറുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എന്തായാലും നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ജെംസ് കൊണ്ടുള്ള ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു മിക്സർ ജാറാണ്. ഈ മിക്സർ ജാറിലാണ് ഇട്ട് നമ്മളെല്ലാ സാധനവും അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കട്ടപ്പാലാണ്. അതെ, നമ്മുടെ മിൽമയുടെ ആ ഒരു ഫ്രീസറിൽ വെച്ച പാലാണ്. ഈ പാല് നമുക്ക് ആ ഒരു കത്തി വെച്ചിട്ട് മുറിച്ചതിന് ശേഷം ഈ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിൽമയുടെ കട്ടപ്പാൽ ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കരുത്. പൊടിച്ച് ഏകദേശം ഒരു 3-4 പീസസ് എങ്കിലും മിനിമം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു ഷേക്ക് അടിക്കുമ്പോഴത്തേക്കും കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മിക്സി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടിക്കുക. പിന്നീട് നമുക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ആവശ്യമായ, അതായത് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതെ ജെംസ് ആണ്. ജെംസ് മിഠായി ഞാൻ ഏകദേശം ഒരു 5 രൂപയുടെ ഒരു 4-5 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും 5 രൂപയുടെ പാക്കറ്റിലുള്ള മിഠായി നോക്കിയാൽ ആകെപ്പാടെ കുറച്ചാണ്. പണ്ടൊക്കെ ഒരുപാട് കിട്ടുമായിരുന്നു തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഒരു 3-4 പാക്കറ്റ് 5 രൂപയുടെ പാക്കറ്റ് ജെംസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ഷേക്കിനി അടിക്കാൻ തയ്യാറാണ്. നമുക്ക് മിക്സിയിലിട്ട് 1-2-3 കറക്കി നമുക്കൊന്നെടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മിക്സ് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേക്കിൻ്റെ പരുവ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. കണ്ട, കറക്റ്റ് ഒരു ചെറിയൊരു ഗ്രേയും ചോക്ലേറ്റിൻ്റെ ആ ഒരു കളർ വന്നിട്ടുണ്ട്, പാലിൻ്റെ ആ ഒരു കളറിലുപരി. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കിയ ജെംസ് ഷേക്ക് ശരിക്കും ഒരു 2-2.5 ഗ്ലാസ് നമുക്ക് ഈ ഒരു 2.5 ഗ്ലാസ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് മുകളിലേക്ക് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ജെംസും അതുപോലെ തന്നെ ജെംസ് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാഷ്യൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബദാം യൂസ് ചെയ്യാം, പിസ്ത യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഡെക്കറേഷൻസ് ഒക്കെ ഞാനിവിടെ 2 വേഫർ വെച്ച് കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ കളർഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ജെംസിൻ്റെ ഒരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജെംസ് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അധികമായ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും ജെംസിൻ്റെ ആ ഒരു മിഠായിയും പാലും പഞ്ചസാരയും കുറച്ച് ഡെക്കറേഷൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ ജെംസ് ഷേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ക്യാമറമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് ക്യാമറയൊക്കെ വെച്ച് ട്രൈപോഡൊക്കെ വെച്ച് അവിടെ ഇരിക്കുന്നത്. അപ്പുറത്ത് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അതുകൊണ്ട് ക്യാമറപരമായ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ജെംസ് ഷേക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ സമയമായി. അതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് വേഫറൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ വേഫറൊക്കെ എന്നൊരു തിന്നാം. ഒരു രസം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനമാണ് ജെംസ് ഷേക്ക് ഒന്ന് കുടിക്കാം. ഇത് വെച്ചൊന്ന് ഇളക്കിയിട്ട് കുടിക്കാം. അടിപൊളി. ആ ഒരു ജെംസിൻ്റെ ചെറിയ ചെറിയ ചോക്ലേറ്റിൻ്റെയും അതിൻ്റെ മേളിലുള്ള ആ ഒരു സാധനത്തിൻ്റെയൊക്കെ ഒരു തരിതരിപ്പ് ഇതിനകത്ത് കാണാനുണ്ട്. മേളിൽ ജെംസ് വെച്ചുകൊണ്ട് ആദ്യം ജെംസിലാണ് കഴിച്ചത്. നമുക്ക് ആ ഷേക്കിൻ്റെ പാട്ടൊന്ന് കുടിക്കാം. അടിപൊളി. ശരിക്കും ഈ ഒരു വേനൽക്കാലത്ത് ഇങ്ങനൊരു മിൽക്ക് ഷേക്ക് കുടിക്കുന്നത് ഭയങ്കര ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഭയങ്കര ചൂടാണ്, ഞാൻ ഇവിടെ നിന്ന് വിയർക്കുവാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് മിൽക്ക് ഷേക്കൊക്കെ കുടിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുന്ന അടിപൊളി ഫീലിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ജെംസ് ഷേക്ക് അടിപൊളിയായിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വെറും പാലും പഞ്ചസാരയും ജെംസും കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഷേക്ക് മിൽക്ക് ഷേക്ക് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ജെം ഷേക്ക് റെസിപ്പി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.